ഹലോ നമസ്കാരം, ഞാൻ ക്രിസ്റ്റഫർ മുക്കാട്. ഇന്ന് നമുക്ക് കറിക്ക് ഒരു 2 ഉറത്ത കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിച്ച് വൃത്തിയാക്കി നല്ല വൃത്തിയായിട്ടൊരു കറിയൊക്കെ വെച്ച് ഇന്ന് ഉണ്ണാനാ പ്ലാൻ. ഇതാണ് കറിക്ക് കിട്ടിയേക്കുന്ന ഉറത്ത. ഒരു കറിക്കൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ അഷ്ടമുടി കായലിലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുള്ള് ഇച്ചിരി അല്പം ഗവനിക്കണം. ഈ ഭാഗത്ത് 2 മുള്ളുണ്ട്. അത് കയ്യിൽ നമുക്ക് ഉടക്കും. അതങ്ങ് വെട്ടിക്കളണം ആദ്യം തന്നെ, അല്ലാതെ കൈ കൊണ്ട് എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അത് രണ്ടും അങ്ങ് ആദ്യം വെട്ടിക്കളയുന്നത് നല്ലത്. ഈ മുള്ളുമൊക്കെ കണ്ടില്ലേ, മുള്ള് ഇച്ചിരി ഉണ്ട്. ഇതെല്ലാം ആദ്യമേ തന്നെ വെട്ടിക്കളഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മുടെ കയ്യിലങ്ങ് കൊള്ളാതൊക്കെ എടുക്കാം. കണ്ട് ഇതൊക്കെ ഇച്ചിരി കട്ടിയുള്ള ചെറുതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഈ മുള്ള് ആ 2 സൈഡത്തെ മുള്ളാണ് നമുക്ക് ദേഹത്തെ കയ്യിലൊക്കെ കൊള്ളുന്നത്. അതിനുശേഷം ഇപ്പോൾ ബാക്കിലും ഒക്കെ ഇച്ചിരി മുള്ളൊക്കെ ഉണ്ട്. ഇതെല്ലാം കട്ട് ചെയ്തെടുത്ത് ഇപ്പം മുള്ളിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ചിലമ്പി ഒക്കെ എടുക്കാം. പിന്നെ ഇതിന് വലിയ അഴുക്കുള്ള മീനല്ല. ഈ മീനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചെളിയിൽ, അതായത് മണ്ണിലാണ് ഇരിക്കുന്നത് കൂടുതൽ. മേൽഭാഗത്ത് കാണത്തില്ല. ജീവനുള്ള വകകളാണ് ഇത് കഴിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ശുദ്ധമായ നല്ലൊരു മീനാണ്. കാരണം അകത്ത് നമുക്ക് ഇതിപ്പം കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ അകത്ത് വലുതായിട്ട് അഷഡൊന്നും ഇല്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് തലഭാഗമൊക്കെ കട്ട് ചെയ്തങ്ങ് മാറ്റാം. അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതങ്ങ് സെപ്പറേറ്റ് ആക്കി. പിന്നെ ഇത് ഇത്തിരി വഴുവഴുപ്പുള്ള മീനാണ്. അതിൽ നിന്നുകൊണ്ട് നമ്മൾ കഴുകാൻ നേരത്ത് നല്ലോണം ഉപ്പൊക്കെ ഇട്ട് അത് വൃത്തിയായിട്ട് കഴുകിയെടുക്കും. കട്ട് ചെയ്ത് നോക്കട്ടെ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ കണക്ക് ഉള്ള അഷഡുകളിൽ ഉണ്ടോയെന്ന്. അതുകൊണ്ട് വലുതായിട്ടൊന്നും ഇല്ലാണ്ട് അഷഡൊന്നുമില്ല. ഈ കാണുന്ന ഇത് മാത്രമേ ഇടണ്ട. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പീസ് ചെയ്യുന്നതിന് മുമ്പേ നല്ലോണം പരലുപ്പിട്ട് ഒരു വഴുവഴുക്കുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് കളയണം. നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിരുന്നു. അതിന് പരലുപ്പ് തന്നെ നല്ലത്. അപ്പോൾ ഇതിൻ്റെ വഴുവഴുപ്പെല്ലാം പോകും. നമ്മൾ പച്ച മീനായതുകൊണ്ട് പച്ച തേങ്ങ അങ്ങോട്ട് അരച്ച് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞ് 2-3 പച്ചമുളകും ഇച്ചിരി ഇഞ്ചിയും ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ഇട്ട് അങ്ങോട്ട് മൂപ്പിച്ചിട്ട് ആ തേങ്ങ അരപ്പ് അങ്ങോട്ട് ഇട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലോണം മൂപ്പിച്ച് നല്ല വൃത്തിയായിട്ടൊരു കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തലയൊക്കെ ആവശ്യമുള്ളവർ എടുക്കാം. തലയെന്ന് പറഞ്ഞാൽ നല്ല കറിക്കിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ആദ്യം ഒന്ന് കഴുകി, എന്നാലും ഒന്നുകൂടി ഉപ്പിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അതിൻ്റെ എല്ലാ അക്ഷരവും പോകും. വേറെ കാരണം ഇത് മുഷി പറ്റാൻ സമയത്ത് വേറെ നമ്മുടെ ഫൈനൽ കഴിവില്ല കഴിഞ്ഞ് പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേണ്ട നമ്മുടെ ഫൈനൽ ഇവന്മാരൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മുടെ കറിയിലോട്ട് കിടക്കാൻ പോവാ. അപ്പോൾ എല്ലാവർക്കും ബായ്.